ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Take the next right toward Avenue des Frères Lumières, D35, then turn left onto Avenue des Frères Lumières. പാരീസിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ. Head northeast, then turn right. ഇന്ന് കാലത്ത് ഒരു ലോഡ് ഇറക്കണമായിരുന്നു. അത് കഴിഞ്ഞ് Turn left onto Avenue des Frères Lumières, D35. ഒരു ലോഡ് കയറ്റണമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ Continue on D35 for 1.5 kilometers. 123 കിലോമീറ്റർ അകലെന്ന് വേണം നമുക്ക് ലോഡ് കയറ്റാനായിട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 8:30 പേരിൽ നല്ല ട്രാഫിക്കാണ്. ഒരു ഭാഗം കഴിയുമ്പോൾ മറ്റേ ഭാഗം ഇങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. ആ പുള്ളി ഇവിടെ വരുന്നതിനേക്കാളും മുമ്പേ തന്നെ നമുക്ക് പോകാം എന്ന് നമ്മൾ കരുതുന്നു. പോകാൻ എന്തായാലും. കാരണം ഇനി ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടാൻ സാധ്യതയുണ്ട്. ഇനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചെറിയ റൂട്ടുകളാണ്, നാഷണൽ റൂട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി പിന്നെ ഒരു ഹൈവേയിൽ വരെ കയറണം. അപ്പം ഇന്ന് കാലത്ത് നമ്മൾ വെളുപ്പിന് 2 മണിയായപ്പോൾ വണ്ടി എടുത്തതാണ്. 2:30 വണ്ടി എടുത്തതാണ്. അതിനുശേഷം കുറച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു. ഒരു 2.5 മണിക്കൂറോളം വണ്ടി ഓടിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം കാലത്ത് 6 മണിയായപ്പോൾ ലോഡ് ഇറക്കി. ഇത് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല സൈഡൊക്കെ തുറക്കാനായിട്ട്. ഇതിപ്പോൾ തന്നെ സൈഡ് ഓപ്പണിംഗ് ഒന്നുമില്ല, പക്ഷേ എങ്കിലും ഇത് FNAC എന്ന് പറയുന്ന ഇതിലേക്കുള്ള ലോഡാണ്. ഇപ്പോൾ 5 പല്ല് കയറ്റി ചെയ്യണത്, പലറ്റ് കയറ്റി ചെയ്യണത്. നമുക്കിനി ഇതാ റൂട്ടിൽ നിന്ന് അവിടെ നേരെ ഇടത്തോട്ട്. In 400 meters, turn left onto Rue de Port Royal, D36. ഇതുപോലെ ഒരു 4 സ്ഥലത്തു നിന്നാണ് കയറ്റാനുള്ളത് നമുക്ക് ഇനി മൊത്തം. അപ്പം ഇന്ന് ഒരെണ്ണം കഴിഞ്ഞു, ഇനി പിന്നെ രണ്ടാമത്തെ. അതുപോലെ മൊത്തത്തിൽ 4 സ്ഥലം. Turn left onto Rue de Port Royal, D36. In 500 meters, turn right onto Rue Gaston Monmuseau. പോരുന്നതിനേക്കാളും മുമ്പ് നമ്മൾ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ കാപ്പിയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. 3 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കാലത്ത് ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കിൻ്റെ സമയം. പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല, ഈ സമയത്ത് തന്നെ പോരേണ്ടി വരും. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ലോഡ് ഇറക്കണോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ലോഡ് കയറ്റി കൊടുത്തേക്ക് ആദ്യമായിട്ട് തന്നെ. നമ്മൾ ലോഡ് കയറ്റിയത് ഇറക്കിയത് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ. ഇതൊക്കെ പാരീസിൻ്റെ ഒരു റൗണ്ടായിട്ട് വരും. ഇപ്പം നമ്മൾ കയറിയിട്ട് പോണത് പാരീസിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കാണ്. ഒരു 100 കിലോമീറ്റർ അകലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് വീണ്ടും താഴ്ത്തേക്ക്
At the light, turn right onto Rue Gaston Montmuseau. നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് വലത്തോട്ട്. A12 കാരണം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് 3.5 ടണലാതെ കയറാൻ പാടില്ല. കാരണം അപ്പുറത്തൊരു ഗ്രാമമാണ്. അത് മാത്രമല്ല അവിടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാലം. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ത്രാപ്പസ്. വന്നിട്ട് Continue for 2 kilometers. 50 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ്. ഈ സമയമായതുകൊണ്ട് നമുക്ക് 50-ലും പോകാൻ പറ്റില്ല, ശ്രദ്ധിക്കേണ്ടി വരും. രാവിലെ ആക്ച്വലി ഇത്രയും തിരക്ക് പോരാ. ഇവിടെ അത്യാവശ്യമുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഔട്ടർ എടുത്തിട്ട് ഹൈവേയിലേക്ക് കയറാം. ഇതാണ് പാരീസിന്റെ ഭാഗം. ഇതാണ് പാരീസ്. പാരീസിലേക്ക് കയറേണ്ട തൊട്ട് അടുത്താണ് നമ്മൾ. നമ്മളിപ്പോൾ അതേ അടുത്ത ഗ്രാമത്തിലേക്ക് കയറി. ഫയർ എഞ്ചിൻ. ആ പുള്ളി പോണല്ലോ ഇവർക്ക് പോക്കൂടെ. പുള്ളി എന്തൊരു ഉദ്ദേശിക്കുന്ന മനസ്സിലായില്ല. ഈ സംഭവം എന്തിനാണെന്നറിയോ? ഇതിപ്പോൾ എവിടെയെങ്കിലും തീ പിടിച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ അകത്ത് തീ പിടിക്കുമ്പോൾ അവിടെ നിന്ന് ഈ സംഭവം വെച്ചിട്ടാണ്, അതിൻ്റെ സാധനം വെച്ചിട്ടാണ് അതിൻ്റെ പുക പുറത്തേക്ക് വലിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ് ആ കൊണ്ടുപോകണത്. ഇവിടെ ശരി വേണ്ട. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ. ഇൻഡസ്ട്രിയൽ ഏരിയ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ഒരു ഭാഗം മാത്രം. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളായിരിക്കും.
സ്കൂൾ ബസ് പോകണം നോക്കി. സ്കൂൾ ബസ് ഇവിടെ നിർത്താനുള്ള പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകണം. അല്ല, അത് വലത്ത് കട്ട് ചെയ്ത് പോവാം. En 600 metros, toma la salida a la derecha en dirección Versailles, después toma la salida a la derecha. In 400 meters, use the right lane to take the ramp to A12, A86. A12 A86 എടുക്കണം. അതിനുശേഷം നമുക്ക് പോകേണ്ടത് A12ലേക്ക് പോകണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിന്ന് ഉച്ചയ്ക്ക്, ഇന്നലെ ഞാൻ എടുത്തത് 11 മണിക്കൂർ റെസ്റ്റാണ് രാത്രി. നമുക്കപ്പോൾ ഇന്ന് ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്കും വണ്ടി എടുക്കണം. എന്നിട്ട് വെളുപ്പിന് 2 മണിയാകുമ്പോൾ ആദ്യം സ്പെയിനിലേക്ക് ഇറങ്ങണം. നമ്മുടെ അവിടെ നിന്ന് പാരീസിലേക്ക് വന്ന് പാരീസിൽ ഓർഡറാക്കി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 കിലോമീറ്റർ താഴെയുള്ളൂ. സത്യത്തിൽ ഇതിനോട് എനിക്ക് താല്പര്യക്കുറവുണ്ട് ചെറിയ രീതിയിൽ. പക്ഷേ Use the right lane to take the ramp to A12, then merge onto Avenue du Général Leclerc. നെതർലാൻഡ്സിൽ ഓടണം സാധാരണ രീതിയിൽ ഞാൻ എടുക്കാറ്, എനിക്ക് തരാറ്. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 6 ദിവസം കൊണ്ട് ഒരു 4800 5000 താഴെ കിലോമീറ്റർ ഓടാം. 4000 താഴെ കിലോമീറ്റർ ഓടാന്ന് പറഞ്ഞാൽ വേസ്റ്റാ. Merge onto Avenue du Général Leclerc, then use the right lane to take the N10 ramp. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് എത്താൻ പറ്റും. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. Use the right lane to take the N10 ramp. In 600 meters, use the left 2 lanes to turn slightly left onto the A12 ramp to Créteil, Poissy. Sitúate a la izquierda, después toma la salida por la A12. ഇവിടെ ചെറിയ രീതിയിലൊന്ന് സൂക്ഷിക്കണം. Use the left 2 lanes to turn slightly left onto the A12 ramp, then continue onto A12. നമ്മളപ്പോൾ അതിൻ്റെ ഔട്ടറിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് തിരക്ക് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടേക്ക് കയറുന്ന റൂട്ടാണ്, പാരീസിലേക്ക് കയറുന്ന റൂട്ടാണ് അത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 7 kilómetros y medio, mantente a la izquierda por la E5. എങ്കിലും പാരീസിൻ്റെ എന്താന്ന് പറയാ ആ ഭാഗം വിടാണ്ട് തിരക്ക് കാര്യമായ രീതിയിൽ കുറവുണ്ടാവില്ല എന്ന് മാത്രം. സ്പീഡ് ലിമിറ്റ് ഇവിടെ വന്നിട്ട് 90 കാണിക്കുന്നത്. പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഈ റൂട്ട് അറിയാത്തതിൻ്റെ പേരിൽ അവൻ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അവനെ പുറകെ അങ്ങോട്ട് പോവാം. ഇന്ന് കാലത്ത് നമ്മൾ വരുന്ന വഴിക്ക് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 എന്തോ യോഗത്തിന് തിരക്കില്ലാത്തതിൻ്റെ പേരിൽ ആ സ്പീഡിൽ തന്നെ ഞാൻ വന്നിരുന്നത്. അതിൻ്റെ പേരിൽ ഒരു പണി കിട്ടിയില്ല. അല്ലെങ്കിൽ 45 രൂപ ആയിരുന്നു അതിന്. ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് 90 കാണിക്കണേ. ട്രക്കുകൾക്ക് സ്പെഷ്യൽ സ്പീഡ് ലിമിറ്റ് കാണിക്കണല്ലേ.
എവിടേക്കോ കയറാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫീല് സൂക്ഷിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ലിമിറ്റ് വന്നിട്ട് 90 കാണിക്കണേ. ദൈവമേ, അത് റഡാറത്. ചില സ്ഥലത്തൊന്നും റഡാർ എഴുതി വെച്ചോളാം. ഇത് 2ാം സ്ഥലം ഞാൻ കാണാൻ റഡാർ എഴുതി വയ്ക്കാത്തത്. 3,5 kilómetros. Mantente a la izquierda por la I5. എത്രയാണോ സ്പീഡ് ലിമിറ്റ്? ഇതിൽ 90 കാണിക്കുന്നുണ്ട്. ഇന്ന് കാലത്ത് വന്നപ്പോഴും നമ്മൾ കാണിച്ച റൂട്ടിൽ 90 കാണിച്ചത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ച്വലി 80 അത് ഹൈവേ ആയിരുന്നില്ല, നാഷണൽ റൂട്ടായിരുന്നു. പക്ഷേ അത് വണ്ടി ട്രാൻസ്ഫാരാണുള്ളത്. പയ്യനപ്പം ഇവൻ്റെ പുറകെ അങ്ങോട്ട് പോവാം, അതായിരിക്കും നല്ലത്. In 3 kilometers, use the left lane to take the A13, E5 exit toward Poissy, Rouen. എന്തായാലും 2.5 കിലോമീറ്റർ കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ഔട്ടർ എടുത്തിട്ട് പയ്യന മെയിൻ ഹൈവേയിലേക്ക് കയറാം. ഇതും ഒരു ഹൈവേ ആണ്, പക്ഷെ ഇതിൻ്റെ ഔട്ടറായിട്ട് വരും പാരീസിൻ്റെ. E13 റൂവൻ. In 500 meters, use the left lane to take the A13, E5 exit toward Poissy, Rouen. നമുക്ക് ഇതിലേ അങ്ങ് പോവാം. Poissy. Use the left lane to take the A13 exit. ഇതിലെ ട്രക്കുകൾക്ക് കയറാൻ പാടില്ല. 2 മീറ്റർ ഈ റൂട്ടിൽ കൂടെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞാൽ നമുക്ക് അതിലെ Continue for പോകാം. 101 kilometers. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും കടന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മളപ്പോൾ ഔട്ടറിലേക്ക്
നൈസായിട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 100 കിലോമീറ്ററാണ് പറയണത്. അത് കഴിഞ്ഞ് 8 കിലോമീറ്റർ അകത്തേക്ക്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.